أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فرعون وما رب العالمين قال رب السماوات والأرض وما بينهما إن كنتم موقنين. قال لمن حوله ألا تستمعون قال ربكم ورب آبائكم الأولين. قال إن رسولكم الذي أرسل إليكم لمجنون. قال رب المشرق والمغرب وما بينهما إن كنتم تعقلون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1233 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 23 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്ത് ക്ലാസ് സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫിർഔൻ വമാ റബ്ബുൽ ആലമീൻ ഖാല റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ قال ربكم ورب آبائكم الأولين. قال إن رسولكم الذي يرسل إليكم لمجنون. قال رب المشرق والمغرب وما بينهما إن كنتم تعقلون. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 23 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആമുഖമായി ചില പരാമർശങ്ങൾ, ചില പ്രസ്താവനകൾ ഒക്കെ നടത്തിയതിനു ശേഷം ചരിത്രത്തിലെ ശ്രദ്ധേയങ്ങളായ ചില സംഭവങ്ങൾ വിവരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ അവതരിച്ച ഈ അശ്ശുഅറ എന്ന സൂറത്തിൽ അതിൽ ആദ്യമായി പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത് മൂസ അലൈഹിസ്സലാം അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിക്കുന്നതിനായി ഈജിപ്തിലെത്തി ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന ഫറോവയോട് സംവാദം നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണമാണ്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് 23 മുതൽ 28 വരെയുള്ള ആയത്തുകളുടെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആ ഭാഗമാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഫിറൗനുമായുള്ള, ഈജിപ്തിലെ ഭരണാധികാരിയായ ഫറോവയുമായുള്ള ആശയ സംവാദം മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. അവിടെ മൂസ അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തെ വഴിയിൽ യാത്രക്കിടയിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ദൂതനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയും തുടക്കത്തിൽ അതിനുള്ള സന്നദ്ധതയില്ലായ്ക മൂസ അലൈഹിസ്സലാം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. സംസാര വൈഭവവും അതുപോലെ നല്ല ക്ലീൻ ഹിസ്റ്ററി ഒക്കെ ഉള്ള ആള് തന്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് ഈ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ
കനിയണം എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം തുടക്കത്തിൽ അള്ളാഹുവിനോട് പ്രതികരണമായിട്ട് പറയുകയുണ്ടായത്. എന്നാൽ അള്ളാഹു വളരെ സംശയത്തിനൊന്നും ഇടമില്ലാത്ത വിധത്തിൽ തന്നെ പറഞ്ഞത്, കല്ല, അങ്ങനെയല്ല, നമ്മുടെ തീരുമാനം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഫദ്ഹബാബി ആയാത്തിന, നിങ്ങൾ ഇരുവരും കൂടി പോയിക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ട്. ഇന്ന മഴക്കും മുസ്തമിഴവും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുന്നവനായിട്ട് നാം ഉണ്ട്. എന്നിട്ട് അർസിൽ മാന ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ ഞങ്ങളോടൊപ്പം വിട്ടയക്കണം എന്ന് പോയിട്ട് പറയും. ഈ കാര്യമാണ് അള്ളാഹു ചുമതലപ്പെടുത്തിയത്. ഏത് പ്രവാചകനും അദ്ദേഹത്തിന്റെ കാലഘട്ടവും സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമോചന ദൗത്യമോ പ്രത്യേകമായ ചില കാര്യങ്ങൾ നിർവഹിക്കാനോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക് തിരികെ വരാൻ ആവശ്യപ്പെടുക എന്നതാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ സമൂഹങ്ങളോടും അഭിസംബോധന ചെയ്തുകൊണ്ട് ദൗത്യം നിർവഹിച്ചപ്പോൾ പ്രാഥമികമായിട്ട് അവർ നിർവഹിക്കുകയുണ്ടായിട്ടുള്ളത്. അതിനോടൊപ്പം ഓരോ സമൂഹവും അകപ്പെട്ട് കിടക്കുന്ന അവരുടെ ജീവിതാവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഉപദൗത്യങ്ങളും അവർക്ക് ഉണ്ടാവാറുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇവിടെ വിവരണങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി പറയുന്നില്ല എങ്കിലും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ പൊതുവായ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കൃത്യമായും സാധിക്കുന്ന കാര്യം, അടിസ്ഥാനപരമായും മൂസ അലൈഹി ഇസ്ലാം സമൂഹത്തെ, വിശേഷിച്ച് ഫറോവയെയും അയാളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെയും അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം, പ്രപഞ്ച സംവിധാനത്തെ മുഴുവനായിട്ടും കൈകാര്യം ചെയ്യുന്ന അതിന്റെ ഒരു ഉടമസ്ഥനായി ഒരു നാഥനുണ്ട് എന്ന കാര്യത്തിലുള്ള വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയാണ് മുഴുവൻ ജനങ്ങളെയും അവര് ക്ഷണിച്ചുകൊണ്ടിരുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെയും പ്രാഥമികമായി ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. പക്ഷെ അത് ആവർത്തിച്ച് എല്ലായിടത്തും പറയാതിരിക്കുന്നതിന് കാരണം അത് പ്രവാചകന്മാരുടെ ദൗത്യം തന്നെയാണ് എന്നത് വിശുദ്ധ ഖുർആനിലൂടെ പലയിടങ്ങളിലായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ടും മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകമായ ദൗത്യം എടുത്തു പറയുന്ന ഇടങ്ങളില് അത് വീണ്ടും വീണ്ടും പറയേണ്ടതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടുമാണ്. അപ്പൊ ഇവിടെ ഉപദൗത്യമാണ് അർസിൽ മാന ബനി ഇസ്രായേൽ എന്നത്. തുടക്കത്തില് ഫറോവ ചെവിക്കൊടുക്കാൻ കൂട്ടാക്കുന്നുവെങ്കിൽ അയാളുടെ കൂടെയുള്ള ആളുകള് അതിന് ശ്രദ്ധ കൊടുക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ അവർക്ക് പ്രയോജനം ചെയ്യപ്പെടേണ്ടതായ ഒരു കാര്യം തന്നെയാണ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ ഏകത്വം, പ്രപഞ്ചത്തിന്റെ സർവാധിനാഥനായ ഒരേ ഒരു റബ്ബുണ്ട് പ്രപഞ്ചത്തിന് എന്ന കാര്യം വിശ്വസിക്കുക, ഉൾക്കൊള്ളുക എന്നതാണ്. ആ പ്രപഞ്ചനാഥന് വഴിപ്പെടാനാണ് പ്രവാചകന്മാരൊക്കെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. അപ്പോ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഫിറഔൻ മൂസ അലൈഹി ഇസ്ലാമിനെതിരില് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി കണ്ടുകൊണ്ട് ഞങ്ങളെ പോറ്റി വളർത്തിയില്ലേ? നീ ഒരുപാട് കാലം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിൽ ഒരുവനായിട്ട് താമസിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തതല്ലേ? അതിന് ശേഷം നീ ഒരു കുറ്റകൃത്യം ചെയ്ത് അക്രമിയായി മാറിയില്ലേ? ഇപ്പോ നീ തിരിച്ചു വന്നപ്പോൾ നീ വല്ലാത്ത നന്ദികേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. അതിന് നല്ല മറുപടി മൂസ അലൈഹി ഇസ്ലാം നൽകുകയുണ്ടായി. ഞാനൊരു തെറ്റ് ചെയ്തു പോയി എന്നതിനെ ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. ഞാൻ ചെയ്ത ഘട്ടത്തില് എനിക്ക് ജീവിത ദിശാബോധം ഉണ്ടായിരുന്നില്ല. ഞാന് മാർഗഭ്രംശം അല്ലെങ്കിൽ തെറ്റായ വഴി പിന്തുടർന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവിവേകവും ബുദ്ധിശൂന്യതയും അറിവില്ലായ്മയും ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ആ ഘട്ടത്തിൽ. അങ്ങനെയാണ് നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് ഞാൻ നാട് വിട്ടുപോയത്. അതിനെ തുടർന്നാണ് എനിക്ക് എന്റെ റബ്ബ്
തിരിച്ചറിവ് നൽകിയതും എന്നെ ദൂതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതൊക്കെ. പിന്നെ നീ എനിക്കായിട്ട് ചെയ്തു എന്ന് പറയുന്ന, നിങ്ങൾ എനിക്കായിട്ട് ചെയ്തു എന്ന് പറയുന്ന ആ വലിയ ഔദാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബനു ഇസ്രായേൽ സമൂഹത്തിന് ബനു ഇസ്രായേൽ സമൂഹത്തെ നിങ്ങൾ അടിമപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് മാത്രം ഉണ്ടായ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് സ്വതന്ത്രമായി പാപ്പായും ഉമ്മായും ഒക്കെ ആയിട്ട് അവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നിന്റെ കൊട്ടാരത്തിൽ വന്ന് തങ്ങേണ്ടി വന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിലെ ആൺകുട്ടികളെയൊക്കെ കൊന്നൊടുക്കാൻ നീ ഉത്തരവിറക്കിയത് കൊണ്ടും അവരെ അടിമകളാക്കി നീ വാഴുന്നത് കൊണ്ടും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോ തിൽക നിഅമത്തുൻ തമുന്നുഹ അലയ്യ അൻ അബ്ബത്ത ബനി ഇസ്രായീൽ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത്. അപ്പോ അതിനു മുമ്പ് റബ്ബുൽ ആലമീനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആണ് മൂസ അലൈഹി ഇസ്ലാം സംസാരിക്കുകയുണ്ടായത്. ഫിറഔൻ ഇതിനെതിരില് ആളുകളെ ഇളക്കി വിടുന്ന ഒരു പ്രതികരണമാണ് ഇവിടെ നടത്തുന്നത്. നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളുടെ തുടക്കം അങ്ങനെയാണ്. നമുക്കത് വിശദമായിട്ട് മനസ്സിലാക്കാം. ഖാല, ഫറവോ പറഞ്ഞു, ഖാല ഫിറഔന്, ഫറവോ പറഞ്ഞു, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ ലോകങ്ങളുടെ നാഥൻ എന്ന് വെച്ചാൽ എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് രണ്ട് തലങ്ങളില് സൂചനകളുണ്ട്. ഒന്ന്, ഒരു പൊതുവായ അർത്ഥകൽപ്പന ഇതുകൊണ്ട് എന്താണ് എന്നത് ചോദിക്കുന്ന ഒരു പൊതുവായ ഒരു ചോദ്യമാണ്. രണ്ടാമത്തത്, കൂടുതൽ പ്രാധാന്യമുള്ളത്, ഫിറഔന്റെയും മൂസ അലൈഹി ഇസ്ലാമിന്റെയും ആ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ചെയ്യപ്പെടാത്ത അധിപനായിട്ടും കൺകാണ ദൈവമായിട്ടും ഈജിപ്തിലെ മുഴുവൻ ജനതതികളുടെയും റബ്ബായിട്ടും ഒക്കെ വിരാജിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഫിറഔൻ. അന റബ്ബുക്കുമുൽ ആല എന്ന് വരെ പറയാൻ ധാർഷ്ട്യം കാണിച്ച, നിങ്ങളുടെ ഏറ്റവും പരമോന്നതനായ ദൈവം, പരമോന്നതനായ രക്ഷാധികാരി ഞാനാണ് എന്ന് പറയാൻ ധാർഷ്ട്യം കാണിച്ച ആളാണ് ഫറോവ. ഫറോവയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ചുരുങ്ങിയ ഒരിടം, ഭൂപ്രദേശമായ ഈ മിസ്ർ, ഈജിപ്റ്റ്, അതിന്റെ ഒരു നാഥനാണ് എന്ന് വ്യാജമായിട്ട് അവകാശവാദം നടത്തുന്ന ഒരാളാണല്ലോ താൻ. എന്നാൽ ഞാൻ അങ്ങനെ ഒരുത്തന്റെ ദൂതനല്ല. ഞാൻ ലോകങ്ങളുടെ, സർവ്വലോകങ്ങളുടെയും ഉടമസ്ഥനായ റബ്ബുൽ ആലമീന്റെ ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ആശയം. അപ്പൊ ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഫിറഔൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. വമാ റബ്ബുൽ ആലമീൻ, എന്താപ്പത് ഈ സർവ്വലോകങ്ങളുടെയും നാഥൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് പരിചയമുള്ളത് ഈജിപ്തിന്റെ ഉടമസ്ഥൻ, അതുപോലെ സമീപ പ്രദേശം വേറൊരു രാജ്യത്തിന്റെ ഉടമ, അങ്ങനെയൊക്കെയുള്ളതാണ്. ഈ ലോകങ്ങളുടെ ഉടമ എന്ന് പറഞ്ഞ ഒരു സംഗതി എന്താണ് എന്നതാണ് ഫിറഔൻ ഉന്നയിക്കുന്ന ചോദ്യം. ഖാല ഫിറഔനു, ഫിറഔൻ ഇങ്ങനെ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, എന്താണ് നിങ്ങൾ ഈ പറയുന്ന ലോകങ്ങളുടെ നാഥൻ, അല്ലെ ലോകങ്ങളുടെ ഉടമസ്ഥനോ രക്ഷിതാവോ എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്, എന്താണ് സംഭവം എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തന്നെ പരിചയമില്ലല്ലോ എന്ന ഒരു ധ്വനി അതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോ യഥാർത്ഥത്തിൽ മൂസ അലൈഹി ഇസ്ലാമുമായി ഫിറഔൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സംഭാഷണവുമായി ബന്ധമുള്ള ഒരു പ്രതികരണമാണിത്. അതിനോട് വളരെ കുറിക്കുകൊള്ളുന്ന വിധത്തിലുള്ള പ്രതികരണമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം സ്വയം റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പരിചയപ്പെടുത്തുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യത്തിനായി മറുപടി നൽകപ്പെടുകയാണ്. ഖാല, മൂസ അലൈഹി ഇസ്ലാം തുടർന്ന് പറയുന്നു, റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമ. റബ്ബുൽ ആലമീൻ എന്ന് വെച്ചാൽ ഇതാണ്, നിങ്ങളുടെ ഈ ചെറിയൊരു ഭൂപ്രദേശമായ ഈജിപ്തിന്റെ റബ്ബ് എന്നല്ല. ഈജിപ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന സകല ലോകങ്ങളുടെയും റബ്ബുസ് സമാവാതി വൽ അർളാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും വമാ ബൈനഹുമ,
അവക്കിടയിലുള്ള സകല മണ്ഡലങ്ങളുടെയും റബ്ബ് ആണ് അള്ളാഹു. ആ റബ്ബിന്റെ ദൂതനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഖാല റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമ. അപ്പോ ഈ ദേശീയമായ അല്ലെങ്കിൽ പ്രാദേശികമായ പൈതൃകത്തിന്റെ പേരിലൊക്കെ അമിതമായി ആവേശം കൊള്ളുന്ന ദേശഭക്തിയുടെ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് പലപ്പോഴും കാണാം. അവര് പിറന്നു വീണ ഭൂപ്രദേശം അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് അവരൊന്നുമല്ല. അവര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് വേറെയും പല ഭൂപ്രദേശങ്ങളും മനുഷ്യർ അധിവസിക്കുന്നതായിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ പല പൈതൃകങ്ങളും പല സാംസ്കാരികമായ ശേഷിപ്പുകളൊക്കെ ഉണ്ട് താനും. ചിലതൊക്കെ നമ്മുടേതിനേക്കാൾ മെച്ചപ്പെട്ടതാകും, ചിലത് നമ്മുടേതിനോളം ഉള്ളതാകും, ചിലത് നമ്മുടേതിനേക്കാൾ മോശമായതൊക്കെ ആകും. പക്ഷെ പല ക്വാളിറ്റിയിലും നിലവാരത്തിലും ഒക്കെ ഉള്ള സാംസ്കാരികമായ ശേഷിപ്പുകളും പൈതൃകങ്ങളും ഒക്കെ ഉള്ള ഭൂപ്രദേശങ്ങൾ തന്നെയാണ് മനുഷ്യവാസമുള്ള എല്ലാ ഭൂപ്രദേശങ്ങളും. അവിടെയൊക്കെയും വളരെ മഹത്തരമായ കർമ്മങ്ങൾ ചെയ്ത ആളുകളുണ്ട്, വലിയ മഹത്തുക്കൾ ജീവിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിനും സംഭാവനകൾക്കും ഒക്കെ വലിയ വിലയുണ്ട്. നമ്മളുടേത് മാത്രമാണ് വിലപ്പെട്ടത്, നമ്മളുടേത് മാത്രമാണ് അമൂല്യമായത് എന്നൊക്കെ പറയുന്നത് ഒരുതരം ബ്ലൈൻഡ്നെസ് ആണ്. അതൊരു തരം അന്ധതയാണ്, കണ്ണ് കാണാത്തതിന്റെ പ്രശ്നമാണ്. കാഴ്ച കാര്യങ്ങളെ അതിന്റെ വകത്തിരിവോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അത് ഒരുതരം ഇരുട്ട് സ്വയം സ്വീകരിക്കലാണ്. എല്ലാ നാടുകളിലും എല്ലാ മനുഷ്യവാസം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ പല വിധത്തിലുള്ള നാഗരികമായ വളർച്ചയും മുന്നേറ്റവും വികാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കളായ ആളുകൾ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം ആളുകൾ അവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ തന്നെ അവരുടെ മഹത്തരമായ പല നേട്ടങ്ങളുടെയും പേരിൽ പ്രാധാന്യവും കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കാണാതെ നമ്മുടെ ഒരിടത്തിലുള്ളത് മാത്രമാണ് പുണ്യമായത്, മെച്ചപ്പെട്ടത്, ഉത്തമമായത് എന്നൊക്കെ പറയുന്നത് വളരെ അബദ്ധജടിലമായ ഒരു ഇടുങ്ങിയ ദേശഭക്തിയോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണ്. ദേശത്തിനോട് സ്നേഹവും കൂറും വേണ്ടെന്നല്ല, അതൊക്കെ തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ്. പക്ഷെ അത് മറ്റു സമൂഹങ്ങളുടെ നേട്ടങ്ങളെ കാണാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ അന്ധരാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലലാലത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ ഫറോവയെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ അധികാര സാമ്രാജ്യങ്ങള് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഇങ്ങനെയുള്ള ചില വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈജിപ്റ്റ്, മിസ്ർ, അതിന്റെ മേലുള്ള അധികാരം, അവിടെയുള്ള മഹത്തരമായ കാര്യങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി കൂടി അയാൾക്ക് ഈ വ്യാജമായ കപടമായ അന്ധമായ ദേശഭക്തി എന്ന ഒരു അബദ്ധം അയാള് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് ചില വാദങ്ങളൊക്കെ അയാൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി ഈ സംസാരത്തിൽ പ്രകടമാണ്. ഒമാ റബ്ബുൽ ആലമീൻ എന്ന ചോദ്യം. അപ്പൊ ഇതിന് മൂസ അലൈഹി ഇസ്ലാം നൽകുന്നത് ഈ പ്രപഞ്ച സാകല്യത്തെ ഒന്നായി കണ്ടുകൊണ്ട് അതിന്റെ സൃഷ്ടാവായ ഒരു ഉടമസ്ഥനെ പരാമർശിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമ. ഈ ചെറിയൊരു തുണ്ട് ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന് വ്യാജമായി നിഗളിക്കുകയാണ്. ഇതിന്റെ ഉടമസ്ഥനൊന്നുമല്ല. ഈ കക്ഷി ജനിക്കുന്നതിന്റെ എത്രയോ മുന്നേ ഈ ഭൂപ്രദേശമുണ്ട്. ഈ കക്ഷി കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാലും ഈ ഭൂപ്രദേശം ഇവിടെ ഉണ്ടാവും. പിന്നെ എന്ത് ഉടമസ്ഥതയാണ്? കുറച്ചു കാലത്തേക്കുള്ള കൈകാര്യ കർത്തൃത്വം ചരിത്രപരമായ കാരണങ്ങളാൽ വന്നു ചേർന്നു എന്നതിനപ്പുറത്തേക്ക് ഒരാൾക്കും ഒരു പ്രാധാന്യവും ഇല്ല എന്നത് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. അപ്പോ മൂസ അലൈഹിസ്സലാം അത്തരം ഇടുങ്ങിയ ദേശീയ സങ്കല്പങ്ങളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമ. എന്റെ നാഥൻ, അല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകല മണ്ഡലങ്ങളുടെയും നാഥനായ
അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ്, അവന്റെ ദൂതനായിക്കൊണ്ടാണ്. അപ്പോ നിങ്ങളിവിടെ ചോദിച്ചല്ലോ വമാ റബ്ബുൽ ആലമീൻ എന്ന്, ലോകങ്ങളുടെ നാഥൻ എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരം ഇതാണ്, റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹും, ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ള സകലതും അതിന്റെ ഒക്കെ ഉടമസ്ഥനായ റബ്ബ്. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾക്ക് ദൃഢബോധ്യം ഉണ്ടാകാൻ, നിങ്ങൾ ബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൃഢബോധ്യമുള്ളവരായി മാറാൻ ഒരുക്കമുള്ളവരാണെങ്കിൽ, അങ്ങനെയാണല്ലോ, ബുദ്ധിപരമായതോ യുക്തിപരമായതോ ആയതുകൊണ്ട് ആളുകൾ സ്വീകരിക്കണമെന്നില്ല. അത് ഉൾക്കൊള്ളാനുള്ള ഒരു സന്നദ്ധത കൂടി ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോഴേ അവർക്ക് ബോധ്യം വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബോധ്യമുള്ള ഏറ്റവും ഉത്തമമായ ഒരു കാര്യം മറ്റുള്ളവർക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നിയെന്ന് വരും. അതുകൊണ്ട് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകല മണ്ഡലങ്ങളുടെയും അധിപനായ റബ്ബ്, അവനെ നിങ്ങൾ ബോധ്യപ്പെടാനും ഉൾക്കൊള്ളാനും സന്നദ്ധരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലതിന്റെയും റബ്ബാണ് എന്ന് പറഞ്ഞാൽ ഒന്നും വിട്ടുപോയിട്ടില്ല. എല്ലാം ഉൾപ്പെടുന്ന, നമുക്ക് പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആയ സകല പ്രപഞ്ചങ്ങളും അവയുടെ ഒക്കെ ഉടമസ്ഥൻ ആരാണോ അവനാണ്. ഞാൻ അവനെയാണ് റബ്ബായിട്ട് കാണുന്നത്. അവന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. കാര്യങ്ങളെ ബോധ്യപ്പെടാനുള്ള സന്നദ്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിക്കോളൂ. അപ്പോ ഫറോവ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ളവരോടായിട്ട് പറയുകയാണ്, ഖാല ലിമൻ ഹൗലഹു, ഫറോവ ചുറ്റുപാടുമുള്ളവരോടായിട്ട് പറഞ്ഞു, അലാ തസ്തമിഊൻ, അല്ല കൂട്ടരെ, നിങ്ങളിത് കേൾക്കണില്ലേ? ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ മൂസയും സഹോദരൻ ഹാറൂനും വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ മണ്ടത്തരങ്ങളുണ്ടല്ലോ, ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നാണ്. മൂസ അലൈഹി ഇസ്ലാമിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല്, ഈ കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫിറഔനൊന്ന് ട്രോള് ചെയ്യണം. അല്ലെ, നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ ഈ പറയുന്ന കാര്യമൊന്നും? മൂസ വന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും ഇത് കേട്ടിട്ട് ചിരിയൊന്നും വരുന്നില്ലേ എന്നുള്ള നിലക്കാണ് ചോദ്യം. ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ, ചുറ്റുപാടുമുള്ളവരോടായിട്ട്. ഇത് ആളുകളെ മൂസ അലൈഹി ഇസ്ലാമിനെതിരെ തിരിച്ചു വിടുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, അവരെ മൂസ അലൈഹി ഇസ്ലാമിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സംസാരമാണിത്. അലാ തസ്തമിഊൻ, അല്ല കൂട്ടരെ, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ എന്നാണ്. ഖാല റബ്ബുക്കും വറബ്ബു ആബാഇക്കും, മൂസ അലൈഹി ഇസ്ലാം ഇതിനൊക്കെ അർഹിക്കുന്ന പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ. അദ്ദേഹം അതിനു പകരം പടച്ച തമ്പുരാനെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ആരാണ്? റബ്ബുക്കും, അവൻ നിങ്ങളുടെ റബ്ബാണ്. റബ്ബു ആബാഇക്കും, നിങ്ങളുടെ പൂർവികരായ മുഴുവൻ മനുഷ്യരുടെയും റബ്ബാണ്. അപ്പോ പ്രാദേശികമായിട്ട് പലരും പല ദൈവങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അവയൊന്നുമല്ല അവരുടെ ഒന്നും ദൈവം. അവരുടെയൊക്കെ ദൈവം പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ ദൈവമാണ്, അള്ളാഹുവാണ്. ആരെയൊക്കെ പൂജിക്കുന്നുണ്ടെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും തന്നെ അവരുടെ ദൈവങ്ങളല്ല. മറിച്ച് ഈ ദൈവങ്ങളെ ഉണ്ടാക്കാൻ ഇവരെ ഉപയോഗിച്ച മണ്ണും കല്ലും ലോഹവും ഉൾപ്പെടെയുള്ളത് പോലും സൃഷ്ടിച്ച ഒരു പ്രപഞ്ചനാഥനുണ്ട്. അവനാണ് സാക്ഷാൽ ദൈവം. അവൻ നിങ്ങളുടെയും ദൈവമാണ്, നിങ്ങളുടെയും റബ്ബാണ്. റബ്ബു ആബായിക്കും, നിങ്ങളുടെ പൂർവിക പ്രപിതാക്കന്മാരുടെയും റബ്ബാണ്. അപ്പൊ ഇതില് മനുഷ്യോൽപത്തി മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ സമൂഹങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൂസ അലൈഹി സ്വലാം പറയുന്നത്, നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ പ്രപിതാക്കളുടെയും റബ്ബാണ്. അവരാരെ ആരാധിച്ചിരുന്നു എന്നതല്ല വിഷയം. യഥാർത്ഥത്തിൽ അവരുടെ റബ്ബ്, അവരുടെ നാഥൻ, അവരുടെ ദൈവം ആരായിരുന്നു എന്നതാണ് വിഷയം. നിങ്ങള് അറിവില്ലായ്മ കാരണമായിട്ട് പല വ്യാജ ദൈവങ്ങളെയും തലയിലേറ്റി നടക്കുന്നുണ്ടാവും. അതൊന്നും ദൈവമായതുകൊണ്ടല്ല, നിങ്ങൾ അവയെ ദൈവമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അവയെ തലയിലേറ്റി നടക്കുകയാണ്. പലതും നിങ്ങൾ തന്നെ കൈകൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയതാകും. ലോഹമോ മണ്ണോ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ രൂപങ്ങളെ നിങ്ങൾ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ടൊന്നും അത്
അവ ദൈവങ്ങളാകാൻ പോകുന്നില്ല. ഖാല റബ്ബുക്കും റബ്ബു ആബാഇക്കും, ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന റബ്ബ്, ഞാൻ ആരുടെ അടുക്കൽ നിന്ന് നിങ്ങളിലേക്കുള്ള ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്, ആ റബ്ബ് നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെയും റബ്ബാണ്. റബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ. അവ്വലീൻ എന്ന് പറഞ്ഞാൽ വളരെ പൗരാണികരായ, ഏറ്റവും തുടക്കത്തിലുള്ള കാലങ്ങളുടെ പുറകില്, ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉള്ള നിങ്ങളുടെ പ്രപിതാക്കന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെയും റബ്ബ് തന്നെയാണ് ഈ റബ്ബ്. കാല. അപ്പൊ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഫിറഔൻ പറയുന്നത് രണ്ടാമത്തെ ഒരു ആക്ഷേപം ഉന്നയിക്കലും മൂസ അലൈഹി ഇസ്ലാമിനെതിരിൽ ജനങ്ങളെ ഇളക്കി വിടാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ എന്നാണ് പറയുന്നത്. ഫിറഔൻ മൂസ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് ജനങ്ങളോട് പറയാണ്, ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും, ഇതാ നോക്കൂ, നിങ്ങളിലേക്ക് നിയോഗിച്ച് അയക്കപ്പെട്ടിരിക്കുന്ന ഈ ദൂതനുണ്ടല്ലോ, അവൻ മജ്നൂൻ, അവൻ തനി വട്ടാണ്, അവനൊരു തനി ഭ്രാന്തനാണ് എന്നാണ് ഫറോവ ജനങ്ങളോടായിട്ട് പറയുന്നത്. കാരണം എന്താ? ഈജിപ്തിൽ നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ അധികാരസ്ഥനായ, കാര്യങ്ങളെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു റബ്ബ് ഞാനാണ് എന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളൊക്കെ സമ്മതിച്ച് തല കുലുക്കിയതാണല്ലോ പലവട്ടം. എന്നിട്ട് ഇപ്പോ ഇവൻ വന്നുകൊണ്ട് പറയുന്ന കേട്ടില്ലേ, ഇവന്റെ റബ്ബ് ലോകങ്ങളുടെ റബ്ബാണ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇവൻ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവന് തനി ഭ്രാന്താണ് എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ധൈര്യപ്പെട്ടുവോ ഇങ്ങനെ എന്തെങ്കിലും പറയാൻ? അതിന് കാരണം എന്താ? നിങ്ങൾക്ക് ഭ്രാന്തില്ല. മൂസ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണ്? മൂസാക്ക് ഭ്രാന്താണ്, മൂസാക്ക് തലക്ക് വെളിവില്ലാതായിട്ടുണ്ട്. ഇതാണ് ഫറോവ ജനങ്ങളോടായിട്ട് പറയുന്നത്. ഫല ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ ഈ ദൂതനുണ്ടല്ലോ, അതാണല്ലോ ഇയാൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ആ ദൂതൻ മജ്നൂൻ, അവൻ തനി ഭ്രാന്തനാണ്. ഒരു സംശയവും വേണ്ട. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന് തനി ഭ്രാന്താണെന്നാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മുതിർന്ന ഒരാളുടെ ഉടലിൽ ശിരസ് ബാക്കി ഉണ്ടാവുമോ എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ അവരൊക്കെ സംസാരമൊക്കെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ സംസാരിക്കാൻ നാക്ക് പൊങ്ങാതെ ആയി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇവന് പറ്റുന്നുണ്ടല്ലോ. ഇവനിങ്ങനെ സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും ഇവന് വട്ടാണ്, ഇവന് ഭ്രാന്താണ് എന്നാണ്. ഖാല, മൂസ അലൈഹി ഇസ്ലാം അവിടെയൊന്നും നിൽക്കുന്നില്ല. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബ്, റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബി വമാ ബൈനഹുമ, എന്റെ നാഥൻ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അവയ്ക്കിടയിലുള്ള സകല പ്രദേശങ്ങളുടെയും റബ്ബാണ്. അപ്പൊ പരിമിതമായ ഒരു ഭൂപ്രദേശത്തിന്റെ റബ്ബല്ല, എന്റെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് കിഴക്കും പടിഞ്ഞാറും അവയ്ക്കിടയിലുള്ള പ്രദേശങ്ങളൊക്കെയും തന്നെ. അപ്പോ നിങ്ങളോട് വ്യാജമായിട്ട് ഈ പ്രദേശത്തിന്റെ നാഥൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭരണാധികാരി ഫറോവയുണ്ടല്ലോ, അയാൾ അവകാശപ്പെടുന്നത് തന്നെ ഈ ഭൂപ്രദേശത്തിന്റെ ഉടമസ്ഥനും നാഥനും കൈകാര്യകർത്താവും എന്നൊക്കെ ഉള്ള നിലക്കാണ്. എന്നാൽ അങ്ങനെയുള്ള പരിമിതികളുടെ ഒരു ദൈവത്തെയല്ല ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്, മറിച്ച് റബ്ബുൽ മശ്രിഖ്, കിഴക്കിന്റെ മുഴുവനായും അധിപനാണവൻ. റബ്ബുൽ മഗ്രിബ്, പടിഞ്ഞാറിന്റെയും അധിപനാണവൻ. അവന്റെ നിയന്ത്രണത്തിലാണ് കിഴക്കും പടിഞ്ഞാറും ഉള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ വിശേഷിച്ച് അവരുടെ ചിന്ത കിഴക്കൻ ചക്രവാളത്തിലേക്കും പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്കും എത്തുന്നതോടെ അവസാനിക്കുന്ന വിധത്തില്, ഒരു പരിധി നിർണയിക്കപ്പെട്ട വിധത്തിലാണ് അവരുടെ ഭാവനയും ചിന്തയും ഒക്കെ പരമാവധി പോയി എത്തുന്നത്. ഇപ്പൊ നമുക്ക് 18ാം നൂറ്റാണ്ടിലെ പോലും കവിതകളിൽ അങ്ങനെ കാണാൻ കഴിയും. വെസ്റ്റേൺ ഐൽസില്, സമുദ്രത്തില് സൂര്യൻ താഴുന്ന ഒരു ഇടം ആയിട്ട് ഈ ദൃഷ്ടിപ്രപഞ്ചത്തിന്റെ ഒരു അതിരടയാളമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കവികള് സമീപകാലം വരെ കവിതകളൊക്കെ രചിച്ചിരുന്നത്. കിഴക്കിന്റെ അതിർത്തി, സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന ഇടം,
അങ്ങനെ കണ്ടുകൊണ്ട് ഈ വിധത്തില് മനുഷ്യന്റെ സ്പേഷ്യൽ ഇമാജിനേഷൻ കണ്ടീഷൻഡ് ആയിരുന്നു. അപ്പോ ഇവിടെ അതിനപ്പുറത്തേക്കുള്ള സാധ്യതകളെ പോലും പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാം പറയുന്നത് റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് എന്നതും മഗ്രിബ് എന്നതും, കിഴക്ക് എന്നതും പടിഞ്ഞാറ് എന്നതും, നമ്മൾ അങ്ങോട്ട് ആ ദിശയിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അകന്നകന്ന് പോകും. അങ്ങനെ നമ്മൾ നേരത്തെ മനസ്സിൽ സങ്കല്പിച്ചിരുന്ന കിഴക്കിൽ നിന്ന് ഒരുപാട് വീണ്ടും കിഴക്കോട്ട് പോയാലും ആ കിഴക്ക് വീണ്ടും കിഴക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. പടിഞ്ഞാറും അങ്ങനെ തന്നെയാണ്. അപ്പൊ മനുഷ്യന്റെ സ്പേഷ്യൽ ഇമാജിനേഷനിൽ നിന്നുകൊണ്ട് കിഴക്കിനെയും പടിഞ്ഞാറിനെയും പരിചയപ്പെടുത്തുമ്പോൾ ഇവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും, അത് എത്ര കണ്ടൊക്കെ പുറകോട്ട് പോയാലാണ്, എത്ര കൊണ്ട് മുന്നോട്ട് പോയാലാണ് ഈ ഇടങ്ങൾ എത്തുക എന്ന് വെച്ചാൽ അവിടങ്ങളൊക്കെയും അവയ്ക്കിടയിലുള്ള സകല ഭൂപ്രദേശങ്ങളും സകല പ്രദേശങ്ങളും ഇതൊക്കെയും അടങ്ങിയതാണ്. ഇതിന്റെയൊക്കെയും അധിപനാണ് അവൻ. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങളുടെ ബുദ്ധി പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ സന്നദ്ധരാണെങ്കിൽ ഞാൻ എന്റെ റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അവൻ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ആണ്. കിഴക്കിന്റെ നാഥനാണ്, പടിഞ്ഞാറിന്റെ നാഥനാണ്, ഉദയസ്ഥാനത്തിന്റെ നാഥനാണ്, അസ്തമയസ്ഥാനത്തിന്റെ നാഥനാണ്, അവയ്ക്കിടയിലുള്ള സകല മണ്ഡലങ്ങളുടെയും പ്രദേശങ്ങളുടെയും നാഥനാണ്. അവന്റെ ഉടമസ്ഥതയിലുള്ളതല്ലാത്ത യാതൊന്നുമില്ല. അവന്റെ റുബൂബിയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന യാതൊന്നും, യാതൊരു ഇടവുമില്ല, യാതൊരു വസ്തുവുമില്ല എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം വളരെ ബൃഹത്തായിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറയുന്ന കാര്യം. അപ്പോ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം ഫറോവയുമായുള്ള സംഭാഷണത്തിനിടക്ക് പങ്കുവെക്കുന്നത്. ഇതിൽ അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ദിവ്യത്വവും അള്ളാഹുവിന്റെ ഈ പ്രപഞ്ച സാകല്യവുമായുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നത് വളരെ കൃത്യതയോടുകൂടി വരച്ച് കാണിക്കുകയാണ്. ആരാധിക്കപ്പെടേണ്ടവൻ, വിധേയത്വം നൽകപ്പെടേണ്ടവൻ, നമ്മൾ റബ്ബായിട്ട്, ദൈവമായിട്ട്, ആരാധ്യനായിട്ട് കാണേണ്ടത് ആരെയാണ് എന്നതാണ് ഇവിടെ ബോധ്യപ്പെടുത്തപ്പെടുന്ന കാര്യം. എല്ലാ ദിവസവും പുലർച്ചെ എണീറ്റ് ബാത്റൂമിൽ പോയി, വാഷ്റൂമിൽ പോയി പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഫറോവയും. ഞാൻ ഈജിപ്തിന്റെ റബ്ബാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അയാളുടെ അധികാര പരിധി എത്ര പരിമിതമാണ്. അയാളുടെ ദഹന പ്രക്രിയയുടെ ഒരു ക്രമം മാറ്റിയിട്ട് ഇനി മുതൽ ഞാൻ പുറത്തേക്കൊന്നും കളയുന്നില്ല എന്ന് വെക്കാൻ പോലും കഴിയുന്ന ഒരുവനല്ല ഫറോവ. എന്നല്ല, മനുഷ്യ രൂപത്തില് ദിവ്യത്വം അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ഒരാളും തന്നെ അങ്ങനെയുള്ള ദിവ്യത്വം ഉള്ളവരൊന്നുമല്ല. അവരൊക്കെ മനുഷ്യന്റേതായ ചാപല്യങ്ങളും പരിമിതികളും ഉള്ളവര് മാത്രമാണ്. ഏത് ആൾ ദൈവമാണെങ്കിലും അവരൊക്കെയും തന്നെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള പോലെ പുലർച്ചെ എണീറ്റ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന പരിമിതിയുള്ള ആളുകളാണ്. ദൈവമാണെങ്കിൽ അതൊക്കെ ഒന്ന് വേണ്ടാന്ന് വെക്കാനെങ്കിലും സാധിക്കേണ്ടതാണല്ലോ ഏറ്റവും ചുരുങ്ങിയത്. അതുപോലും ഇല്ലാത്തവരാണ് ഈ പരിമിതികളുള്ള ആൾ ദൈവങ്ങളായിട്ട് അറിയപ്പെടുന്നവരൊക്കെ തന്നെ. അപ്പോ ഇതിനൊക്കെ അതീതനായിട്ട് ഒരുവനുണ്ട്. ഈ മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രപഞ്ച സാകല്യത്തെ ഒന്നാകെയും സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാഥൻ. അവൻ മാത്രമാണ് റബ്ബ് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ മുന്നില് ഫറോവക്ക് അയാളുടെ സംസാരം കൊണ്ട്, അയാളുടെ യുക്തി വിചാരം കൊണ്ട് അയാൾ സ്വയം റബ്ബാണ് എന്ന വാദത്തെ ഉയർത്തി കാണിക്കുകയും അതിനെ തകർന്നടിയാതെ കാത്തു രക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാമും ഫറോവയും തമ്മിലുള്ള ഒരു സംഘർഷത്തിന് തുടക്കമായി മാറുന്നത്. ഇതിന്റെ ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്രമമനുസരിച്ചത് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാം. ഒന്ന് ചിന്മയ എന്ന പ്രൊഫൈലിൽ നിന്ന് വന്നതാണ്.
മൂസ നബിയുടെ കാലത്തെ സംഭവങ്ങൾ കംസന്റെയും കൃഷ്ണ ഭഗവാന്റെയും ഇതിഹാസവുമായി സാമ്യം സൂചിപ്പിക്കുന്നതായി കാണുന്നു. അത് നമ്മുടെ ഭാരതീയ ഇതിഹാസമായ മഹാഭാരതം ലോകത്ത് ചെലുത്തിയ സ്വാധീനത്തിന്റെ ഫലമായി ഉണ്ടായതല്ലേ എന്നതാണ്. ഇതില് ഈ കംസനും അതുപോലെ കൃഷ്ണ ഭഗവാനും കഥാപാത്രങ്ങളായി വരുന്ന വിവരണം മഹാഭാരതത്തിലുള്ളത് മൂസ അലൈഹിസ്ലാമിന്റെയും ഫറോവയുടെയും സംഭവങ്ങളുമായി വലിയ സാദൃശ്യമുള്ളതായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ സാമ്യത പലരും മനസ്സിലാക്കിയിട്ടുള്ളതും ഒരു വസ്തുതയായിട്ട് അംഗീകരിക്കപ്പെടുന്നതും തന്നെയാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് പരിചയമുള്ള വളരെ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും അതുപോലെ വൈജ്ഞാനിക പശ്ചാത്തലവും ഒക്കെയുള്ള വളരെ പാണ്ഡിത്യമുള്ള ഒരു ഗവേഷക എൻ്റെ അറിവില് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായത്. കാരണം മഹാഭാരതത്തിൽ വിവരിക്കുന്ന ഈ സംഭവം തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഈ സംഭവത്തിലൂടെ വിവരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് എന്നത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് അവര് അവസാന കാലഘട്ടത്തിലെ സമൂഹത്തിനായിട്ട് അവതരിച്ചിരിക്കുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് എന്നത് ബോധ്യപ്പെട്ട് അവർ ഇസ്ലാമിലേക്ക് വരുന്നത്. ആരെ സ്വാധീനിച്ചു എന്നത് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. മഹാഭാരതമാണ് ചരിത്രപരമായി വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് മുമ്പുള്ള ഒരു ടെക്സ്റ്റ് എന്നത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുപോലെ ഫറോവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിവരണങ്ങള് ഓൾഡ് ടെസ്റ്റമെന്റിൽ വരുന്നുണ്ട്. അതുപോലെ ബൈബിള് ന്യൂ ടെസ്റ്റമെന്റിൽ സൂചനകൾ കാണാം. അപ്പൊ ഈ സംഗതികള് ഒക്കെ തന്നെ പൂർവിക വേദങ്ങളിൽ പൊതുവായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം മഹാഭാരതത്തിന്റെ ചില അംശങ്ങളും ദൈവികമായി വെളിപ്പാടായി നൽകപ്പെട്ട സംഗതികള് ഉൾക്കൊണ്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ അതിനെ മനുഷ്യര് പുനരാവിഷ്കരണം ചെയ്തപ്പോ, പുനരാഖ്യാനം ചെയ്തപ്പോ അതില് വേറെ പലതുമൊക്കെ ചേർന്ന് വന്നുകൊണ്ട് അതിൽ ആശയ വ്യതിചലനം പലതും സംഭവിച്ചതാണ്. ദൈവികമായി നൽകപ്പെട്ട ആ ചരിത്ര വിവരണങ്ങള് പലതും അതിലിപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത എന്ന് കാണാൻ കഴിയും. ബൈബിളിലും അങ്ങനെ തന്നെയാണ്. ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പൂർവിക വേദങ്ങളിലുള്ളതും ഖുർആൻ ആവർത്തിച്ച് കൈകാര്യം ചെയ്യുന്നതുമായ പല കാര്യങ്ങളും കാണാം. പക്ഷെ ബൈബിള് മുന്നോട്ട് വെക്കുന്ന ആ ദൈവവിശ്വാസം എന്താണ് എന്നത് പരിശോധിക്കുമ്പോഴാണ് മനുഷ്യർ അതിൽ കൈകടത്തൽ നടത്തിയിട്ടുണ്ട് എന്നത് കാണാൻ കഴിയാം. ഇതേ കാര്യം മഹാഭാരതത്തിന്റെ അനുയായികളും മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാഭാരതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള പല കാര്യങ്ങളും ദൈവികമായ സന്ദേശത്തിന്റെ അംശങ്ങൾ അടങ്ങിയത് തന്നെ ആയിരിക്കും. പക്ഷെ മനുഷ്യർ അതിനെ വികലമാക്കിയിട്ട് സകല പാഴ്വസ്തുക്കളെ പോലും പൂജിക്കുന്ന, ആരാധിക്കുന്ന, മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയതും ലോഹം ഉരുട്ടിയുണ്ടാക്കിയതൊക്കെയായ സംഗതികള് ദൈവമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അത്തരം വിഗ്രഹ പൂജയിലേക്കും ആൾദൈവ പൂജയിലേക്കും ഒക്കെ ജനങ്ങളെ നയിക്കുന്ന പല കാര്യങ്ങളും അതില് ഉൾപ്പെടുത്തപ്പെട്ടുകൊണ്ടുള്ള രൂപത്തിലായിരിക്കണം ഇന്ന് നിലവിലുണ്ടാവുക. അതുകൊണ്ട് ഇവ പരസ്പരം ബന്ധമില്ല എന്ന് പറയാൻ ഞാൻ തുനിയുന്നില്ല. ബന്ധമുണ്ടാവുന്നത് ഇങ്ങനെയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലും തന്നെ ബൈബിളിലെ പരാമർശങ്ങൾ ഇല്ലാത്ത വിധാണ് ഖുർആൻ എന്ന് പറയാൻ കഴിയില്ല. ബൈബിളിലെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ വീണ്ടും ആഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ആഖ്യാനങ്ങൾ ബൈബിളിലേതുപോലെയല്ല. ബൈബിളിലെ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കഥ ഖുർആൻ പറയുന്നത്. ബൈബിളിലെ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് ഈസ അലൈഹി ഇസ്ലാമിന്റെ വിവരണം ഖുർആനിൽ വരുന്നത്. ബൈബിളിലെ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് അബ്രഹാമിന്റെ കഥ ഖുർആൻ വിവരിക്കുന്നത്. ഇതേപോലെ തന്നെ മഹാഭാരതത്തിലെ അബദ്ധങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അതില് അടിസ്ഥാനപരമായി നമ്മൾ അന്വേഷിച്ച് ചെന്നാൽ കിട്ടാൻ സാധ്യതയുള്ള ശരിയായ ചില കാര്യങ്ങളുണ്ടാകും. അതിനെ സത്യപ്പെടുത്തുന്നത് ഖുർആൻ അങ്ങനെ അതിനെ സത്യപ്പെടുത്തുകൂടി ചെയ്യുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരും. അതിനൊന്നും ചരിത്രപരമായിട്ട് നമുക്ക് അതിനോട് ഒരു വിയോജിപ്പും കാണിക്കേണ്ട കാര്യമില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഗവേഷക, അവർ നല്ല പാണ്ഡിത്യമുള്ള ഒരു സ്ത്രീയാണ്.
പല കാര്യങ്ങളും ആഴത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് വേദങ്ങളും അതുപോലെ വിശുദ്ധ ഖുർആനൊക്കെ ഒരേപോലെ പഠന വിധേയമാക്കിക്കൊണ്ടാണ് സത്യം കണ്ടെത്തി ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായത്. അതുകൊണ്ട് ഞാൻ അതിനെ ആ വിഷയത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ മുഹമ്മദ് ബഷീർ എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നൊരു ചോദ്യം, കുഞ്ഞുങ്ങളെയും മനുഷ്യരെയും കൊന്നു തീർക്കുന്ന എത്ര പുരോഗന്മാരാണ് ഭരണാധികാരികളായി നമ്മുടെ കാലത്ത് ഇന്ന് രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും നെതന്യാഹുവിനെ പോലെയുള്ള ബഷാറുൽ അസദിനെ പോലെയുള്ള ഒരുപാട് ദ്രോഹികൾ രാജ്യങ്ങൾ ഭരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ പലപ്പോഴും നമ്മളിപ്പോ കോവിഡ് കാലം കണ്ടതാണല്ലോ കൺമുന്നിൽ. അത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കോവിഡ് കാലത്ത് നടന്ന മനുഷ്യ ദുരന്തങ്ങള് അതിനാരാണ് ഉത്തരവാദി? അതുപോലെ ഡിമോണിറ്റൈസേഷൻ നടത്തിയ ഘട്ടത്തില്, ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയ ഘട്ടത്തില് എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മൾ കാണുകയുണ്ടായതാണ്. അതുപോലെ ഭരണാധികാരികൾ നിരുത്തരവാദപരമായിട്ട് പ്രവർത്തിക്കുന്നതും അതുപോലെ അവര് ഉദ്ദേശപൂർവം തന്നെ മനുഷ്യക്കുരുതി നടത്തുന്നതും ഒക്കെ ലോകത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്ന ഒരു ബോധത്തില് നീതിപൂർവം കാര്യങ്ങൾ നിർവഹിക്കുന്ന ഭരണാധികാരികള് ചരിത്രത്തിൽ ഒറ്റപ്പെട്ട് അവിടെയും ഇവിടെയൊക്കെ കാണാനും സാധിക്കും. അപ്പോൾ മനുഷ്യൻ പ്രാപിക്കേണ്ട ഏറ്റവും ഐഡിയലായ ആ ഉയർച്ച എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രപഞ്ചനാഥനെ മുന്നിൽ ആൻസറബിൾ ആവേണ്ടി വരും എന്ന ഒരു ബോധത്തോടു കൂടി നീതിപൂർവകമായി കാര്യങ്ങൾ നിർവഹിക്കുന്നവരായി മാറുന്ന ആ ഒരു കാര്യമാണ് മനുഷ്യ നാഗരിക സാംസ്കാരിക മതപരമായ വളർച്ചയുടെ ഔന്നത്യത്തിലെത്തുമ്പോൾ നേടാൻ സാധിക്കുന്ന വലിയ സംഗതി എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹം ധിക്കാരത്തിന്റെ വഴിയിലേക്ക് നീങ്ങും. അവര് വലിയ ധിക്കാരികളായി മാറുമ്പോൾ ഇത്തരം ദുരന്തങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യും. മറ്റൊന്ന് ചിന്മയുടെ പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒന്നുകിൽ കുഞ്ഞുങ്ങളെ ഗുഹ്യഭാഗത്ത് രോമ വളർച്ച ഉണ്ടെങ്കിൽ കൊന്നു തീർക്കുകയോ അതിലും പ്രായം കുറഞ്ഞവരെ കൊല്ലാതെ ചെറുപ്പത്തിൽ തന്നെ മതവിദ്യാഭ്യാസത്തിലൂടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് കൂടെ കൂട്ടുകയോ ചെയ്യുന്നത് ഒരു സെമിറ്റിക് രീതിയല്ലേ എന്നാണ് പറയുന്നത്. ഇത് സെമിറ്റിക് രീതിയല്ല, മനുഷ്യന്റെ രീതിയാണ്. അതുകൊണ്ടാണ് ഈ ബഹുദൈവത്വ വിശ്വാസമൊക്കെ വലിയ സംഭവമാണ് എന്ന് കരുതിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെയൊക്കെ നാട്ടില് ഇപ്പോഴും അതിന്റെ വിഡ്ഢിത്തം ഉൾക്കൊള്ളാതെ ജീവിക്കുന്നതും അവയൊക്കെ പൂജിച്ചുകൊണ്ട് ജീവിക്കുന്നതും ഒക്കെ. അത് മനുഷ്യന്റെ രീതിയാണ്. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അവര് ഉൾക്കൊള്ളുന്ന സംഗതികളുടെ ആളുകളാക്കിയിട്ട് സമൂഹത്തെ മാറ്റണം എന്നൊരു വ്യഗ്രത കാണിക്കുന്നവരാണ് എന്നതാണ്. ജനിച്ചു വളരുമ്പോ ഒരു കുട്ടി 2 വയസ്സെത്തുമ്പോ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോ അച്ഛനോട്, അമ്മയോട്, വാപ്പാനോട്, ഉമ്മാനോടൊക്കെ. കാക്കയെ കാണുമ്പോ കാക്ക അതെന്താണ് അച്ഛാ, അതിനാരാണ് ഉണ്ടാക്കിയത് എന്ന് കുട്ടികൾ ചോദിക്കും. അപ്പോ ഏകനായ റബ്ബിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വാപ്പ പറഞ്ഞു കൊടുക്കും, അതൊരു പക്ഷിയാണ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ തന്നെയാണ് അതിനെയും സൃഷ്ടിച്ചത് എന്ന് പറയും. മറിച്ച് അത് അറിയാത്ത ഒരാൾ പറഞ്ഞു കൊടുക്കൽ എന്തായിരിക്കും? അതൊരു പക്ഷിയാണ്, അതങ്ങനെ ദൈവവിശ്വാസം തന്നെ ഇല്ലാത്ത ആളാണെങ്കിൽ അതങ്ങനെ താനേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ താനേ ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ അച്ഛാ ഞാനും താനേ ഉണ്ടായതാണോ, നിങ്ങളും താനേ ഉണ്ടായതാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുട്ടി ചോദിക്കും. അപ്പോ അവസാനം 2-3 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുക, വളർന്നു മുതിർന്ന് വലിയ ആളാവുമ്പോ നിനക്കതൊക്കെ സ്വന്തം മനസ്സിലാക്കാൻ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് രംഗം വിടുകയാണ് അവര് ചെയ്യുക. അപ്പൊ ഇതുപോലെ എല്ലാവരും അവരുടെ വിശ്വാസ രീതികളിലേക്ക് അടുത്ത തലമുറയെ മൗൾഡ് ചെയ്ത് കൊണ്ടുവരിക എന്നത് സ്വാഭാവികമാണ്, മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് അത്. പിന്നെ ഈ കൊന്നൊടുക്കുന്നതില് വ്യത്യസ്തരായിട്ട് മനുഷ്യക്കുരുതി ചെയ്യുന്നതിന് ദൈവഭക്തിയും ഭയപ്പാടും ഉണ്ടായതുകൊണ്ട് മാറി നിന്ന ആളുകൾ അത്തരം സംഗതികൾ
ഇത്തരം അക്രമങ്ങളിലേക്ക് പോകാതെ നിന്ന ആളുകളുടെ കാര്യം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സമൂഹങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും ഈ കിരാതമായ മനുഷ്യക്കുരുതി ഇഷ്ടംപോലെ നടത്തിയതിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെയും ഒക്കെ സമീപകാല ചരിത്രത്തിൽ തന്നെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് വേണം അതിന്. എത്രയോ സംഭവങ്ങൾ അതില് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയതിന്റെ ചിത്രങ്ങളും ചരിത്രവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇതിന്ന് അപവാദമായിട്ടുള്ളത് ഒന്നുകിൽ അവര് നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ദൈവബോധമുള്ള ആളുകളായിരുന്നത് കൊണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെ അവര് ദുർബലരായിട്ടുണ്ടാവും. ദുർബലരായ ഭരണാധികാരികൾ അങ്ങനെയുള്ളതിലേക്കൊന്നും പോകാതെ നിന്നിട്ടുണ്ടാവും. കരുത്തുണ്ടായിട്ട് ശക്തി ഉണ്ടായിട്ട് അങ്ങനെയുള്ള അക്രമങ്ങളിലേക്കൊന്നും പോകാതിരുന്നവര് പ്രപഞ്ചനാഥനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകളെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ വിരക്തിയോ മടുപ്പോ ഒക്കെ ഉണ്ടായത് കൊണ്ട് മാറി നിന്ന് എന്നും വരാം. അത്രേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവര് ഇത്തരം ധിക്കാരപരമായ സാധ്യതകളിലേക്ക് പോവുകയും മനുഷ്യക്കുരുതി നടത്തുകയൊക്കെ ചെയ്തതിന് എത്രയോ സംഭവങ്ങൾ ഉദാഹരണമായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സെമിറ്റിക് രീതിയല്ല എന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുടെ മനസ്സിൽ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില അബദ്ധധാരണകൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. തിരിഞ്ഞൊന്ന് സ്വന്തം നാട്ടിലേക്കും സ്വന്തം സാംസ്കാരിക പ്രതലത്തിലേക്കും ഒന്ന് നോക്കിയിട്ട് ഈ ചോദ്യം ഒന്ന് വീണ്ടും റീഫ്രെയിം ചെയ്യും. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യ പ്രകൃതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പലതും ഉണ്ട് എന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.